ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റിൽ ബിഗിനിങ് വിത്ത് ശ്രുതി എന്ന നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കണ്ട് വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കുക. സോ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ട, എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കഴിഞ്ഞ ഇടയിലുണ്ടാക്കിയ കുളം ഉണ്ട്, അതിൽ ഞാൻ കുറച്ച് ബോൺമിൽ ഇതൊക്കെ ഉണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. 2 മീനിനൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടല്ലോ, നമ്മൾ 5 തത്തമണിയുടെ ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി ഒരു കൂടുണ്ടാക്കുക, സോ ഇതുണ്ടാക്കിയ പോലെ ഇവിടെ കൂടുണ്ടാക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നു. സോ അതുപോലെ തന്നെ അതിനുവേണ്ടി റിസോഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഗാദർ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ സ്പ്രൂസിനെ ട്രാപ്പ് ഡോർ വെച്ചുകൊണ്ട് നമുക്കിത് ജസ്റ്റ് തുടങ്ങാം. രണ്ടാമത്തേത് ഇവിടെ ഇങ്ങനെയല്ല, രണ്ടാമത്തേത് ഈ ഭാഗത്ത് വെക്കാം. ഒരു ചട്ടി പോലെ മറ്റേ ഉണ്ടല്ലോ വെച്ചുകൊണ്ട് റെഡിയാക്കാം. സോ പിന്നെ പറയാനുള്ളത്, ഞാനിവിടെ കുറച്ച് വേൾഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. സോ അങ്ങനെ നമുക്ക് വില്ലേജിൽ നിന്ന് ഒരു പൊട്ടാറ്റോയും കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബീട്രൂട്ടും കിട്ടിയിട്ടുണ്ട്. ബീട്രൂട്ട് അവിടെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം തന്നെ ഫുള്ളായി. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നമ്മുടെ ക്യാരറ്റ് ഞാനിവിടെ നട്ട് ഫുള്ളാക്കി. അതുപോലെ തന്നെ വീറ്റും ഇവിടെ ജസ്റ്റ് ഫുള്ളാക്കിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. സോ അതിന് മുമ്പായിട്ട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ അതിൽ നമ്മുടെ 4 ഐറ്റം ഇതുണ്ടല്ലോ, ടോൾ ഫ്ലവറും നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ പിന്നെ ഡാർക്ക് വുഡിൻ്റെ സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്, മാംഗ്രോവിൻ്റെ സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഈ ഡാർക്ക് ഓക്കിൻ്റെ സാപ്ലിങ് തപ്പിക്കൊണ്ടാണ് ഞാൻ ഓൾറെഡി പോയത്. സോ എന്തായാലും അത് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് നമ്മുടെ മരം ഉള്ള ഭാഗത്ത് ആദ്യം കുഴിച്ചിട്ട് കൊണ്ടുപോകാം. സോ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ട്രീ ഫാം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആവശ്യമായ ട്രീ ഇവിടെയാണ് നമ്മൾ നടൽ. സോ ഇവിടെ തന്നെ നമുക്ക് സാപ്ലിങ് നടാം. ഇതിൻ്റെ ജസ്റ്റ് മാറിക്കാണ്ട് ഇവിടെയും ഒന്ന് നടാം. ഓക്കെ, ഇനി അത് വളർന്ന് വലുതായിക്കോളും. സോ എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു പാണ്ട വേരിയൻ്റ് ഉണ്ട്. സോ അതിൻ്റെ മുഖത്ത് നോക്കി വരാനുണ്ട്, അതൊരു കരഞ്ഞ് നിൽക്കണ പോലെയാണ് അതിന് മുഖം. എന്തോ വീക്ക് പാണ്ട വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. സോ അത് കണ്ടപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. പിന്നെ അതുപോലെ ഇവിടെ ഒരു ടർട്ടിലിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, അതിനും കാണിച്ചു തരാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, എനിക്ക് തോന്നുന്നുണ്ട് ഈ സീലേക്ക് എടുത്ത് ചാടി പോയി എന്ന് തോന്നുന്നു. ഇപ്പോൾ ചെറിയൊരു ടർട്ടിലിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അത് ജസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കുളിക്കൂടിൻ്റെ ഫില്ലർ ഉണ്ടാക്കാം. അതിന് വേണ്ടി നമ്മുടെ സ്റ്റോൺ ബ്രിക്ക് നേരെ ഇതിൻ്റെ മേലെ വെക്കാം. പിന്നെ ഒരു സൈഡിലൊരു ടെമ്പററി ബ്ലോക്കും, ഈ സ്റ്റോൺ ബ്രിക്കിൻ്റെ മേലെ ഒരു വാളും വെക്കാം. പിന്നെ ഒരു ടെമ്പററി ബ്ലോക്ക്, പിന്നെ അതിൻ്റെ മേലെ ബാക്കിയുള്ള 4 വാളും കൂടി നേരെ മേലേക്ക് വെക്കുക. സോ പിന്നെ ഇതിൻ്റെ മേലെ ഒരു ലാൻഡേണും കൂടി ഇതിൻ്റെ മേലെ എത്തിക്കൊണ്ട് ഒരു ലാൻഡേണും വെക്കുക. ഓക്കെ, അങ്ങനെ ഫില്ലർ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്കാണ്ട് നമ്മുടെ സ്പ്രൂസിൻ്റെ ഫെൻസും സ്പ്രൂസിൻ്റെ ഫെൻസ് ഗേറ്റും. ഓ ഈ കൊല്ലല് ആകെപ്പാടെ ഉണ്ടായിട്ട് 2 ആടേനു, അതിന് നായി കൊന്നു. നമുക്ക് ഇവിടെ ഇതുണ്ടല്ലോ, വിൻഡ് മില്ല് കെട്ടാൻ വേണ്ടി ഇവിടെ കൊടുന്ന് വെച്ച ആടയായിരുന്നു, അതിന് എന്തായാലും ഓൻ കൊന്നു. എന്തായാലും നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, എന്തായാലും നമുക്ക് അതിന് ടൈം ചെയ്യാം. ഇനിയും ഇതേമാതിരി ആടെയും കൊണ്ടുവരുമ്പോൾ വെറുതെ കൊല്ലാൻ നിൽക്കണ്ടല്ലോ. സോ ഓൾറെഡി നമുക്ക് ടൈം ചെയ്യാം. ഇവിടെ പോയത് നോക്കലുണ്ട്. ഓക്കെ, ഒരു ഫോൺ എടുത്തപ്പോൾ ഇതിന് ടൈമായി. സോ അതുകൊണ്ട് കുഴപ്പമില്ല.
സോ ഇനി ഇതേമാതിരി അടുത്തൊരു ആടിനെയും കണ്ടുപിടിക്കണം. സോ ഇവനെന്തായാലും ഇവിടെ വീടിന് മുമ്പിലൂടെ നിർത്താം. ഇവിടെ അവന് അവരുണ്ട്. സോ നീ ഇവിടെ ഇരുന്നോ, നമുക്കെന്തായാലും നമ്മുടെ ബാക്കി പണി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സ്പ്രൂസിൻ്റെ ഗേറ്റും ഫെൻസും അതെടുക്കാം. അതുപോലെ തന്നെ തൂക്കിടാൻ വേണ്ടി അയൺ ചെയ്യുമ്പോൾ എടുക്കാം. സോ ഫസ്റ്റ് ഫ്രൂസിൻ്റെ ഗേറ്റ് എടുത്തേക്കേണ്ടത് അവിടെ ഇങ്ങനെ വെക്കാം. അതിൻ്റെ തൊട്ട് നേരെ വെക്കേണ്ട അതിൻ്റെ ഒരു ഫെൻസും കൂടി വെക്കാം. സോ പിന്നെ ഒരു ചെയിൻ എടുത്തേക്കൊണ്ട് നേരെ തൂക്കിയിടാം. സോ ഇതുപോലെ ഇതിൻ്റെ ചുറ്റും 4 ഭാഗത്തും വെക്കണം. സോ എന്തായാലും രണ്ടാമത് ഇവിടെ ആയിട്ട് വരും. ഇതിൻ്റെ തൊട്ട് മേലെ ഇവിടെ ഇങ്ങനെയല്ല, ഇത് പൊളിച്ച് മാറ്റിക്കൊണ്ട് കുറച്ച് ഈ സൈഡിലേക്ക് ചെരിഞ്ഞിക്കാണ്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ അടുത്തത് ഇതേമാതിരി ഇതിൻ്റെ മേലെ ഇവിടെ വെക്കുക. അത് നെക്സ്റ്റ് അതിൻ്റെ ഏറ്റവും മേലെ വെക്കുക. ഓക്കെ, ഇനി സ്പ്രൂസിൻ്റെ ഫെൻസ് എടുക്കുക. ഇനി ഈ ഗേറ്റിൻ്റെ തൊട്ട് സൈഡിൽ നമ്മുടെ സ്പ്രൂസിൻ്റെ ഫെൻസ് അത് മിസ്ക്ലിക്കായി, അത് നമുക്കാദ്യം പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചിട്ട് അവിടെ എത്തൂല തോന്നുന്നുണ്ട്. സോ അപ്പോൾ പില്ലറപ്പ് ചെയ്തേക്കാണ് നമുക്ക് വെക്കാം. സോ ഒരു 2 ബ്ലോക്ക് പില്ലറപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്കെ ഇപ്പോൾ വെക്കാൻ പറ്റുന്നുണ്ട്. സ്പ്രൂസിൻ്റെ ഫെൻസ് ഇവിടെ ഒന്ന്, പിന്നെ ഒരു ചങ്ങല, അതേപോലെ തന്നെ ഇപ്പുറത്തും സ്പ്രൂസിൻ്റെ ഫെൻസ് ഒന്ന് സൈഡിലൊക്കെ വെക്കുക. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴത്ത് ഒരു ചെയിനും. ഓക്കെ, അപ്പോൾ ഈ 2 സൈഡും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഉള്ളൂ. സോ അത് താഴെ ഇറങ്ങിക്കാണ്ടതാ. ഓക്കെ, ഈ സൈഡിൽ സ്പ്രൂസിൻ്റെ ഫെൻസ് അത് വീണ്ടും മിസ്ക്ലിക്കായി, കുഴപ്പമില്ല, നമ്മൾ വേറൊന്നുണ്ട്. ഇത് സൈഡിൽ വെക്കുക. നെക്സ്റ്റ് ഇതിന് താഴെ ചങ്ങല ഇത് പൊട്ടിച്ചാൽ ഓക്കെ, തന്നെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി ഇതിവിടെ കൂടുണ്ടാക്കണം. സോ അതിന് വേണ്ടി നമ്മൾ സ്കഫ് ബോർഡിങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ട്രാപ്പ് ഡോർ എടുത്തിട്ടുണ്ട്. സോ ഇത് നെക്സ്റ്റ് ആക്കാൻ വേണ്ടി നമ്മളൊരു ടെമ്പററി ബ്ലോക്ക് ആദ്യം ഈ ചെയിനിൽ നേരെ താഴത്ത് വെക്കുക. സോ അതിൻ്റെ താഴത്ത് നേരെ ഈ ട്രാപ്പ് ഡോർ വെക്കുക. ഇനി ഈ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റി അതിന് മേലെ സ്കഫ് ബോൾട്ട് വെക്കുക. ഓക്കെ, സ്നീക്ക് ചെയ്യണം. സ്നീക്ക് ചെയ്ത് കൊണ്ട് വെക്കുക. സോ ഓക്കെ, അപ്പോൾ റെഡിയായി. സോ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 ഭാഗത്തും കൂടി ഞാൻ ഇതുപോലെ നെസ്റ്റ് കെട്ടിക്കൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. സോ നമ്മളങ്ങനെ നമ്മുടെ നെസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 4 കൂടും ഇവിടെ റെഡിയാണ്. സോ ഇനി ഇതിലേക്ക് വെക്കാനുള്ള പാലറ്റിനെ നമ്മളിവിടെ ഓൾറെഡി ടേം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, ഇവിടെയുള്ള 5 എണ്ണത്തിന് ആദ്യം ഇത് എണീപ്പിക്കുക. 2 എല്ലാവരും നീക്കുക. ഓക്കെ, സിറ്റല്ല, സ്റ്റാൻഡാണ് എല്ലാവരും. ഓക്കെ, സോ ഇനി നേരെ ഇങ്ങോട്ട് വന്നാൽ ഒരാൾ വരുന്നുണ്ട്. ബാക്കി ആരും വരാത്തെന്താ? എല്ലാവരും ഇപ്പോൾ തന്നെ ഇരിക്കുകയാണോ? അല്ലല്ലോ, സ്റ്റാൻഡ്. ഓക്കെ, റെഡി. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. എന്തായാലും നമ്മളെ ഫോളോ ചെയ്തോളും. ഇപ്പോൾ 2 എണ്ണൻ്റെ തോളിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ഉണ്ട്. സോ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള 3 എണ്ണം ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ആദ്യം ഇവിടെ എല്ലാവരും ഇവിടെ നിൽക്കട്ടെ. ഇറങ്ങി ഇവിടെ നിൽക്കേ. ഓക്കെ, ഇവിടെ എല്ലാവരും നിന്നിട്ട് ഇനി ഇവിടെ എല്ലാവരെയും ഇരുത്താം. ഇവനെ ഇരുത്താം. സോ ഇനി നമ്മുടെ തോളിലുള്ള 2 എണ്ണത്തിനും ആദ്യം ചേർക്കണം. ഒന്നിവിടെ. സോ ഒന്നിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് തന്നെ നമ്മുടെ തോളിൽ തന്നെ എപ്പോഴും ഉണ്ട്. എന്തെങ്കിലും നോട്ടെ. നമുക്ക് ഇവനെയും ഇവിടെ ആദ്യം ഇരുത്താം. ഓക്കെ, ഇനി നമ്മുടെ തോളിലുള്ളതിനെ ആദ്യം നമുക്ക് കൂട്ടുകയറ്റാം. സോ അതിന് വേണ്ടി ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. കുറച്ച് അങ്ങോട്ട് വീതി ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് നേരെ അതിൻ്റെ മേലെ കയറിക്കാണ്ട് നമ്മൾ ജസ്റ്റ് അപ്പുറത്തേക്ക് ജമ്പ് ചെയ്താൽ മതി. സോ നമ്മുടെ തോളിൽ നിന്ന് മാറി റെഡി ആയിട്ട് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി തോളിലിരുത്താം. നെക്സ്റ്റ് ഒന്നും കൂടി എന്തെങ്കിലും കയറാം. നേരെ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അവിടെ നിന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെയ്യാതെ അവിടെ ഇരുത്താം. നേരെ ജസ്റ്റ് എല്ലാം പുഷ് ചെയ്യുക കൂടിൻ്റെ ഉള്ളിലേക്ക്. സോ സെൻട്രലാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്താൽ സെൻട്രലിലേക്കാവും. ഓക്കെ, സെൻട്രലായിരിക്കുന്നുണ്ട്. ഇനി ടെമ്പററി ബ്ലോക്കൊക്കെ അവിടെ പൊട്ടിച്ച് മാറ്റാം. സോ ഓക്കെ, ഇനി ഇതുപോലെ ബാക്കിയുള്ള 3 എണ്ണത്തിന് ഇവിടെ കൂട്ടി കയറ്റിക്കാണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. സോ അങ്ങനത്തെ ഈ പച്ചത്തത്തനോട് ഉള്ളിൽ കണ്ട് കയറ്റിയാൽ ഓക്കെ സെൻട്രലായിട്ടുണ്ട്.
ഓക്കെ അതുകൊണ്ട് കയറ്റി അങ്ങനെ നമ്മൾ 4 തത്തിന് ഓൾറെഡി നമ്മളിപ്പോൾ കയറ്റിയിട്ടുണ്ട്. സോ ഇനി ടെമ്പററി ബ്ലോക്കൊക്കെ നമുക്ക് പൊട്ടിച്ച് മാറ്റി താഴത്തേക്ക് ഇറങ്ങിയേക്കാണ്ട് നമുക്ക് നോക്കാം. ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ആദ്യം അറിയാതെ പാറ ഒന്ന് താഴത്തേക്ക് ഒന്ന് പൊട്ടി, അപ്പോൾ അതൊന്ന് ഫില്ലാക്കാം. സോ നമ്മളങ്ങനെ എല്ലാ തത്തേനെയും കൂട്ടിലാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് അതിൻ്റെ ഇരുത്ത് പോയി നോക്കാം. ഇത് ഇവിടെ നോക്കുമ്പോൾ ഇതാക്കണോ ഓൾറെഡി ഇവിടെ 1 ഇത് 2 3 4. സോ 4 നമ്മളങ്ങനെ കൂട്ടുകാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇല്ലാത്തത് ഇപ്പോൾ മീനുകുട്ടിയാണ്. സോ ഈ മീനുകുട്ടിനെ നമുക്ക് എന്തായാലും ആ നെസ്റ്റിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തേക്കാണ് ഇവിടെ. സോ ഒന്ന് കുറച്ചും കൂടി കണ്ടിപ്പോൾ എന്തെങ്കിലും പോലെ ഇരുത്ത് നേരെ ഇതാ. ഓക്കെ ഇവിടെ നോട്ടെ ഇവിടെ എന്നാൽ ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഗെയിമിലെ 5 തത്തി ഇപ്പോൾ ഇവിടെ ഉണ്ട് ഓൾറെഡി. സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ലർ ചെയ്തേക്കൊണ്ട് നോക്കാം. ഇതാക്കണം നമ്മുടെ എല്ലാ തത്തി ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയായി ഇവിടെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് മേലേക്ക് എല്ലാ 4 കാണുക. ഓക്കെ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വീഡിയോ അവസാനം വരെ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ വീഡിയോ പറ്റിയുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം എല്ലാവർക്കും കൂടി ഇത് ഷെയർ കൂടി ചെയ്യുക. സോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ മറക്കാതെ അതും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ വരാം. ഓക്കെ ബൈ.